നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. വാരിയർ ബോംബ് നനഞ്ഞ പടക്കം. പീഡന പരാതി വ്യാജമെന്ന് BJP ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. വസ്തുതർക്കത്തിൽ പരാതി നൽകിയത് ഭാര്യ സഹോദരി. 2015 ആരോപണം പോലീസും കോടതിയും തള്ളിയത്. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് ഭയമില്ലെന്നും C. കൃഷ്ണകുമാർ. VD സതീശനെ പരിഹസിച്ച് K. സുരേന്ദ്രൻ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ മോദകം മറിച്ചു വിൽക്കുന്നു. ഭഗവാന്റെ ഇഷ്ടവഴിപാട് വിൽപ്പന ചരക്കാക്കിയത് കീഴ്ശാന്തിയുടെ ഒത്താശയോടെ. പുറം കച്ചവടം വിനായക ചതുർത്ഥി ദിനത്തിൽ നടപടിയെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. PV അൻവറിന്റെ ആരോപണത്തിലുള്ള വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്നും ഹൈക്കോടതി. ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന് ജാമ്യം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ഉപാധികളോടെ. അടുത്ത മാസം 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. US മുന്നിൽ നെഞ്ചുവിരിച്ച് ഭാരതം. താരിഫ് അടിച്ചേൽപ്പിച്ചതിന് പിന്നാലെ അനുനയ ശ്രമവുമായി ട്രംപ്. അവഗണിച്ച് നരേന്ദ്രമോദി. US പ്രസിഡന്റിന്റെ ഫോൺ കോൾ പ്രധാനമന്ത്രി എടുത്തില്ലെന്ന് റിപ്പോർട്ട്. 4 തവണ ട്രംപ് ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് ജർമ്മൻ പത്രം. ഓണാഘോഷത്തിനെതിരെ വർഗീയ പരാമർശം. അധ്യാപികയ്ക്കെതിരെ കേസ്. നടപടി തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ ഖദീജയ്ക്കെതിരെ കേസ്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ. ജനം ബിഗ് ഇംപാക്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും കുരുക്ക്. വ്യാജ തിരിച്ചറിയൽ കാർഡ് പരാതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. നോട്ടീസ് നൽകി ക്രൈംബ്രാഞ്ച്. വിരമിക്കൽ പ്രഖ്യാപിച്ച് R. അശ്വിൻ. പടിയിറങ്ങിയത് IPL-ലെ എക്കാലത്തെയും മികച്ച സ്പിന്നർ. വിരമിക്കൽ പ്രഖ്യാപനം അപ്രതീക്ഷിതം. വാർത്തകളിലേക്ക് വിശദമായി. രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് മുഖം രക്ഷിക്കാനായി നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. ബോംബ് പൊട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വീരവാദം മുഴക്കിയതിന് പിന്നാലെ പുറത്തുവന്ന ആരോപണവും നനഞ്ഞ പടക്കമായി മാറി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാറിനെതിരെയാണ് പീഡന ആരോപണം പുറത്തുവന്നത്. എന്നാൽ തെളിവുകൾ സഹിതം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടതോടെ VD സതീശനും കോൺഗ്രസും വെട്ടിലായി. അതിനിടെ പ്രതിപക്ഷ നേതാവിനെ പരിഹസിച്ച് K. സുരേന്ദ്രന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നു. അത് വൈറലായിട്ടുണ്ട്. കുബേരൻ സിനിമയിലെ രംഗം പങ്കുവച്ചാണ് പരിഹാസം. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ആദ്യം അരുണിലേക്ക് വരാം. അതിനു മുൻപ് K. സുരേന്ദ്രന്റെ പോസ്റ്റിലേക്ക്. തേങ്ങ ഉടക്കടാ ഭഗവാനെ ഈശ്വരാ, പൊലിപ്പിക്കണേ. സർവ്വജ്ഞങ്ങൾ ഇതുണ്ടല്ലോ.
എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കട തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് മനുഷ്യ അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, ഈ പോസ്റ്റിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഇന്ന് രാവിലെ ഒരു വാർത്ത വരുന്നു. അത് വന്ന് അധികം വൈകാതെ തന്നെ അത് സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി തെളിവുകൾ പങ്കുവച്ച് ആ ബോംബ് ചീറ്റിക്കുന്നു. വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞത് ഒറ്റ ദിവസം വേണ്ടി വന്നില്ല പരിഹാസ്യനായി ആ വിവാദം അവസാനിപ്പിക്കാൻ, അല്ലേ? അരുണാലത്തൂർ കേൾക്കാമെങ്കിൽ ഇന്ന് രാവിലെ ഒരു ആക്ഷേപം, ഒരു ആരോപണം വി ഡി സതീശൻ ഇന്നലെ പറഞ്ഞ ബോംബിന്റെ ഭാഗമാണെന്ന് കരുതുന്നു. അത് ഇന്നലെ പറഞ്ഞു, ഇന്ന് ശ്രീകൃഷ്ണകുമാറിനെതിരെ ഒരു വാർത്ത വരുന്നു. പക്ഷേ അധിക സമയം ആ വാർത്ത നിൽക്കുന്നില്ല. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് ശ്രീകൃഷ്ണകുമാർ തെളിവുകൾ നിരത്തി ആ ബോംബ്, ആ നനഞ്ഞ പടക്കം ചീറ്റിക്കുകയാണ്. അതായത് വി ഡി സതീശൻ ഒരിക്കൽ കൂടി പരിഹാസ്യനായി, അല്ലേ? കൃഷ്ണരാജ്, ഈ സന്ദീപ് വാര്യരെ വിശ്വസിച്ച് വി ഡി സതീശൻ ശരിക്കും വ്യക്തിലായി അല്ലെങ്കിൽ പരിഹാസനായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വിഷയം ഇതൊരു പുതിയ വിഷയമൊന്നും അല്ല എന്ന് മാത്രമല്ല, പാലക്കാട്ടെ ജനങ്ങളെയും അതുപോലെ തന്നെ പാലക്കാട്ടെ മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി അറിയുന്ന വിഷയമാണ് ഇത് എന്നുള്ളത്. കാരണം സി കൃഷ്ണകുമാറിന്റെ ബന്ധുവായ വ്യക്തി അവർ 2010 ഇതര മതസ്ഥരായ ഒരാളെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് അതിനുശേഷം അവർ വീട്ടിൽ നിന്ന് പുറത്താവുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം പിന്നീട് 2013 അവർ വീട്ടിലേക്ക് ഈ പിതാവിനെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ വീട്ടിൽ പ്രവേശിപ്പിച്ച സമയത്ത് വീട്ടിലെ അലമാര പരിശോധിച്ചപ്പോൾ സ്വത്തും മറ്റുമൊക്കെ സി കൃഷ്ണകുമാറിന്റെ ഭാര്യയായ മിനി കൃഷ്ണകുമാർ അവരുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നു. ഇതോടുകൂടിയാണ് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം 2013 ആദ്യം ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി സി കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കെതിരെയും മറ്റും നൽകുന്നു. അതിനുശേഷം ആ കേസിന് ബലം കിട്ടുന്നതിന് വേണ്ടി 2014 ഇത്തരത്തിൽ തന്നെ മർദ്ദിച്ചു, ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ തരത്തിലുള്ള പരാതി നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് 712/14 എന്ന ക്രൈം നമ്പറിൽ പാലക്കാട് നോർത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കുന്നു. പോലീസ് തന്നെ ഈ പരാതിയിൽ കഴമ്പില്ലാതെ ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിനെ കുറച്ച് ബലം കിട്ടുന്നതിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് പോലീസ് തന്നെ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് ഇത് കോടതിയിലെത്തുന്നു. 2024 കോടതിയിൽ നിന്ന് സി കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് ഈ വിഷയത്തിൽ ഉത്തരവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത്തരമൊരു വിഷയത്തെ ഇതിനു മുൻപ് പലതവണ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. 2010, 2015, അതുപോലെ തന്നെ 2019, 2024 സി കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും എവിടെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നു ആ സമയത്തൊക്കെ ഇതിനെ ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഇതുമായി ബന്ധപ്പെട്ട അവർ മാധ്യമ സമ്മേളനം, വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പോലും ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ഒരു മാധ്യമവും മറ്റോ റിപ്പോർട്ട് ചെയ്തത്, മറ്റു മാധ്യമങ്ങൾ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാരണം എല്ലാവരും അതിന്റെ മറ്റൊരു ഭാഗം കൂടെ, സാധാരണ നമുക്കറിയാം ഒരു മാധ്യമത്തിനൊരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ മറ്റ് വിഷയങ്ങൾ കൂടെ അന്വേഷിക്കും. ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആണെന്ന് കാണുമ്പോൾ മാധ്യമങ്ങൾ ഇതിന് ആ വിഷയങ്ങൾ തള്ളിക്കളയാറാണ് പതിവ്. ഏതായാലും ഇത്തവണ പക്ഷേ ഈ വിഷയത്തെ ഇത്രയധികം വലിയ വാർത്തയായി മാറാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാവുന്നതാണ്. സംസ്ഥാനത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങൾ അത് ഒരിക്കലും നിഷേധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് പെട്ടുപോകുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റേണ്ടി വരുന്നു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഈ രാഹുലിനെ മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ആകെ മൊത്തം പ്രതിരോധത്തിലായ കോൺഗ്രസ് തിരിച്ച് എങ്ങനെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-നെതിരെയും അതുപോലെ തന്നെ BJP-ക്കെതിരെയും വലിയ ഗുണ്ട് പൊട്ടിക്കാനുണ്ട്, കാളയെ അവിടെ തന്നെ നിർത്തിക്കോ എന്നൊക്കെ ഇന്നലെ ഈ വി ഡി സതീശൻ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ വി ഡി സതീശൻ അവതരിപ്പിച്ച, അല്ലെങ്കിൽ സന്ദീപ് വാര്യരെ വിശ്വസിച്ചുകൊണ്ട് അവതരിപ്പിച്ച ആ ബോംബ് അതൊരു നനഞ്ഞ പടക്കമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായ തെളിവുകൾ, കോടതി ഉത്തരവുകൾ, പോലീസിന്റെ കണ്ടെത്തലുകൾ ഇതെല്ലാം നിരത്തിക്കൊണ്ടാണ് BJP വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഇനി കോൺഗ്രസ് എന്ത് പറയുമെന്നറിയില്ല. കോൺഗ്രസ് അല്പസമയത്തിനകം തന്നെ പാലക്കാട് BJP-യുടെ ജില്ലാ കാര്യാലയത്തിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ മാർച്ച് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് BJP-യും പറയുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ BJP-യും CPM-ഉം ഒക്കെ മാർച്ച് നടത്തിയ പോലെയല്ല ഇതൊരു കാര്യവുമില്ലാത്ത വ്യാജ ആരോപണത്തിന്മേലാണ് മാർച്ച് നടത്താൻ നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക്. അതുകൊണ്ട് അത് കൈകെട്ടി നോക്കി നിൽക്കുന്ന നിലപാടിലായിരിക്കില്ല തങ്ങൾ എന്നാണ് BJP-യും ഈ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും വി ഡി സതീശനും അതുപോലെ തന്നെ സന്ദീപ് വാര്യരെ വിശ്വസിച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒരു വലിയ ബോംബ് അത് നനഞ്ഞ പടക്കമായി മാറുന്നു. ഇതിപ്പോ
ഒരു ആരോപണം സജീവമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. അത് സതീശൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ആരുടേതോ ആയിക്കോട്ടെ, അതിനൊരു മറ്റൊരു അർത്ഥമുണ്ടല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ ഞങ്ങൾ തിരിച്ചാരോപണം ഉന്നയിക്കും. അപ്പോൾ രാഹുലിനെ ഏതു വിധേനയും സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് വി ഡി സതീശൻ എന്നൊക്കെയല്ലേ ഈ ആരോപണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് ഈ രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നൊക്കെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടുന്നു. അതേസമയം തന്നെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ തയ്യാറാവുന്നുമില്ല. അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് കൃത്യമായിട്ട് തന്നെ ഈ രാഹുലിന് സംരക്ഷണം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ വലിയ നിലപാട് പറയുന്ന അതേ കോൺഗ്രസ്സുകാർ തന്നെ രാഹുലിനെ ബോധപൂർവ്വം തന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നനഞ്ഞ പടക്കത്തെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പുതുമയുള്ള കാര്യമല്ല. ഈ വിഷയം തങ്ങൾ കൃത്യമായ രേഖകളും കോടതി ഉത്തരവും പോലീസ് ഉത്തരവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്ത് രാഹുൽ വിഷയം മുക്കിക്കളയാൻ തങ്ങൾ എന്തായാലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ. ശക്തമായ നിലപാടും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. രാഹുലിനെ പാലക്കാട് എന്തായാലും കാല് കുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ തന്നെയാണ് പാലക്കാട്ടെ BJP പ്രവർത്തകരും നേതാക്കളും ഉള്ളത്. ശരി, ഇനി സുരേന്ദ്രൻ്റെ പോസ്റ്റിനെ കുറിച്ച് കൂടി, അത് കുറച്ച് കടുത്തുപോയി. ഇത്രമേൽ പരിഹാസം വേണ്ടിയിരുന്നോ തോന്നിപ്പിക്കുന്ന വളരെ ചിരിപ്പിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും പറയണ്ട, അതിൽ തന്നെ എല്ലാം മനസ്സിലാകും. ഉടക്കി സ്വാമി, ഇത് വേറെ തേങ്ങയാണ് ഉടച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു ട്രോള് നമുക്ക് എല്ലാവരും സിനിമയിലൂടെയും മറ്റുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ട്രോളിനെയാണ് ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ട്. കാരണം ആ തേങ്ങയുടെ എന്ന പേരിൽ ആ കലാഭവൻ മണി എടുത്ത് എറിയുന്ന അത് തിരിച്ചു തന്നെ ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് പരിഹാസ്യരായി പൊതുജനങ്ങളുടെ മധ്യത്തിൽ മാറിയിരിക്കുന്നു എന്ന് ഒരു ട്രോളിലൂടെ തന്നെയാണ് ഈ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ തെളിവുകളും കോടതി ഉത്തരവും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂല നടപടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വ്യാജ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതുപോലെയല്ല, കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നാണ് ഈ പേപ്പറൊക്കെ കാണിക്കുന്നത്. അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാറാണെങ്കിലും ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനാണെങ്കിലും അല്ലെങ്കിൽ താഴേക്കടിയിലുള്ള ഓരോ നേതാക്കളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഇത് അവരുടെയൊക്കെ വാട്സപ്പിലും മൊബൈലിലൊക്കെ ഇതിൻ്റെ ഉത്തരവ് കോടതി ഉത്തരവും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളെ പൊളിച്ചെടുക്കാനോ നിമിഷ നേരങ്ങൾ മതി എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് കാണുന്നത്. അത് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു ട്രോള് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അരുണിന് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി അത് കണ്ടിട്ട് വരാം. അപ്പൊ അരുണിന് കുറച്ചുകൂടി ഊർജ്ജം കിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കടയും അടുത്തടുത്ത്, ഇനി ചിലപ്പോ അത് മനുഷ്യ തേങ്ങ ഉടക്കടാ. അരുണ്, ഇപ്പോൾ ദിലീപിൻ്റെ ചിത്രത്തിന് മുകളിൽ സതീശനെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മറ്റേത് സന്ദീപ് വാര്യർ ആയിരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് കലാഭവൻ മണിയെ നമുക്കറിയാം, കുബേരൻ എന്നുള്ള ആ ഒരു സിനിമയിലെ രംഗമാണത്. അതിൽ കലാഭവൻ മണി തേങ്ങയായിട്ട് എത്തുകയാണ്, ദിലീപ് അപ്പുറത്ത് അത് വിശ്വസിച്ചുകൊണ്ട്, അതായത് കലാഭവൻ മണി ഉടയ്ക്കാൻ പോകുന്നത് തേങ്ങയാണെന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ് തൊട്ടപ്പുറത്ത് വലിയ തൊഴുകയ്യോടെയൊക്കെ നിൽക്കുന്നത്. ആ സമയത്താണ് അത് തേങ്ങ ആയിരുന്നില്ല, അത് എറിഞ്ഞുടച്ചത് തിരിച്ച് ആകെ മൊത്തം ബാധിക്കുന്നത് തങ്ങളെ തന്നെയാണ്, ആകെ മൊത്തം കരിപുരളുന്ന വസ്ത്രങ്ങൾ കീറിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള തരത്തിൽ അവിടെ ആശ്ചര്യപ്പെടുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അതിനെ സറ്റേറിക്കലായിട്ട് കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. സന്ദീപ് വാര്യർ എന്ന കലാഭവമണിയുടെ കഥാപാത്രത്തെ വിശ്വസിച്ചുകൊണ്ട് സതീശൻ എറിഞ്ഞ് ഉടയ്ക്കാൻ പറയുന്ന തേങ്ങ, ആ തേങ്ങ പക്ഷേ അത് തേങ്ങ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ഉടച്ച തേങ്ങ മാറിപ്പോയി ആകെ മൊത്തം സ്വയം ചീഞ്ഞു നാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് വ്യാപകമായിട്ട് BJP ഈ വിഷയത്തെ കൊണ്ടുപിടിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ അവതരിപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിലേ അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ
വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ്. തലയിൽ മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും തെളിവുകളും മറ്റുമൊക്കെ നിരത്തി BJP ഇതിനെ പ്രതിരോധിക്കുമ്പോൾ അവർ യാതൊന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് കൃഷ്ണരാജ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു. അതായത് ബോംബ് പൊട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് പിന്നാലെ C. കൃഷ്ണകുമാറിനെതിരെ ഒരു ആരോപണം വരുന്നു. പക്ഷേ അത് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം തന്നെ അത് വാർത്താസമ്മേളനം നടത്തി പൊളിക്കുകയാണ്. അപ്പോൾ ആ ബോംബ് നനഞ്ഞ പടക്കമായി പോയി എന്നാണ് BJP ആരോപിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. മറ്റു വാർത്തകളിലേക്ക് പോകാം. വ്യാജ പീഡന പരാതിക്ക് മറുപടി നൽകി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. എൻ്റെ മടിയിൽ കനമില്ലെന്നും മാധ്യമങ്ങളെ കാണാൻ ഭയമില്ലെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹം തെളിവുകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. 2010 ഇതര മതസ്ഥനെ വിവാഹം ചെയ്ത വ്യക്തിയാണ് പരാതിക്കാരി. കോടതി തള്ളിക്കളഞ്ഞ കേസാണിതെന്നും നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന മീഡിയ വണ്ണിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അടുത്ത കുരുക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന പരാതിയിൽ രാഹുലിനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകി. ശനിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്താകെ 6 പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലൈംഗിക ചൂഷണാരോപണങ്ങൾക്ക് പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്കുമുറുകുന്നത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയെന്ന കേസിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് ശനിയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഹാജരാക്കാൻ നിർദ്ദേശിച്ച രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസും അയച്ചു. കേസിലെ പ്രതികളിൽ ഒരാളുടെ ഫോണിലെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കേസിലെ 7 പ്രതികളിൽ മൂന്നാമനായ അഭിനന്ദ് വിക്രമിന്റെ ഫോണിലെ ശബ്ദ സന്ദേശത്തിലാണ് രാഹുലിന്റെ പേര് പറയുന്നത്. വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ പോലീസിന് നൽകിയ മൊഴിയിൽ രാഹുൽ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. കേസിലെ പ്രതികൾ വ്യാജരേഖയുണ്ടാക്കിയതായി അറിയില്ലെന്നും അങ്ങനെയുള്ള വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു രാഹുൽ നൽകിയ മൊഴി. ഫെനി നൈനാൻ ഉൾപ്പെടെ രാഹുലിന്റെ വിശ്വസ്തരും വ്യാജ കാർഡിനുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെയ്സനും അടക്കമുള്ളവരാണ് വ്യാജ ID കാർഡ് കേസിൽ അറസ്റ്റിലായത്. CR കാർഡ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് വ്യാജ കാർഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. അതേസമയം നേരത്തെ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, തിരുവനന്തപുരം. ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടുമായി ചാണ്ടി ഉമ്മൻ MLA. FIR പോക്കറ്റിലിട്ട് നിയമസഭയിൽ വരുന്ന സ്വന്തം MLAമാർക്കെതിരെ CPM എന്ത് നടപടിയെടുത്തുവെന്ന് ചാണ്ടി ഉമ്മൻ ചോദിച്ചു. ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. എന്ത് നടപടി FIR ഉള്ള കേസുള്ള പാർട്ടിയുടെ MLAക്കെതിരെ എടുത്തിട്ടുണ്ട്? അത് പറയട്ടെ. അവർ FIR പോക്കറ്റിലിട്ടുകൊണ്ട് MLA അസംബ്ലി വന്നിരിക്കുന്നേ, അപ്പോൾ അവിടെ രാജിവെച്ചോ? ഇല്ലല്ലോ. ഇവിടെ കേസില്ല, ഒരു റൂൾ ഓഫ് ലോ ഫോളോ ചെയ്യുന്ന രാജ്യമല്ലേ. അപ്പം എ മാൻ ഷുഡ് ബി ഹേർഡ് എന്നുള്ളത് നിയമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കേണ്ട അവസ്ഥയാണ്. ഈ പാർട്ടിയുടെ സമരതനായ വ്യക്തിയാണ്. അപ്പം അദ്ദേഹം മാറിയിരിക്കുമ്പോൾ തന്നെ വലിയ ഒരു സാഹചര്യമാണ്. അവിടെ പാർട്ടി അത്ര വലിയ നിലപാടെടുത്തു. എന്തുകൊണ്ട് ഒരു നിലപാട് പോലും CPM ഈ കാര്യത്തിൽ എടുക്കുന്നില്ല? ഇവിടെ സസ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ വലിയ കാര്യമാണ്. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം അതിൽ നിന്നും നീക്കം ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതിനെ ചെറുതാക്കി കാണിക്കുന്നത് അത് ചിലരുടെ സ്ഥാപിത താല്പര്യമാണെന്നേ ഉള്ളൂ. ഒരു നടപടി എടുക്കാത്തവരാണ് ഈ പറയുന്നത്.
ഓണാവധിയിൽ കള്ളി വെളിച്ചത്തായതോടെ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓണാവധി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ജനം ടിവിക്കെതിരെ മന്ത്രി തിരിഞ്ഞത്. സമസ്തയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് പുറത്തുവന്നതോടെയാണ് മന്ത്രിയുടെ പ്രചാരണം. അരമണിക്കൂർ സ്കൂൾ സമയം വർദ്ധിപ്പിച്ചതിൽ എതിർപ്പുന്നയിച്ച സമസ്തയുമായി ചർച്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വേനലവധി മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് മന്ത്രി തുടക്കമിട്ടത്. ഇത് അന്നു തന്നെ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്കൂളുകളിലെ വാർഷിക അവധി മാറ്റം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് മുൻപാകെ നിർദ്ദേശിച്ചത് മറ്റാരുമല്ല, പൊതുവേദിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. നല്ല ചൂടുള്ള മെയ് മാസവും മഴയുള്ള ജൂൺ മാസവും ചേർത്ത് കുട്ടികൾക്ക് അവധി കൊടുക്കുന്നതാണ് നല്ലതെന്ന് കാന്തപുരത്തിന്റെ നിർദ്ദേശം. സ്കൂൾ അവധി ചർച്ചയും സമയമാറ്റവും പഠിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതടക്കം വാർത്തയായതോടെയാണ് ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയത്. സ്കൂൾ സമയം മാറ്റത്തിലടക്കം സമസ്തയ്ക്ക് മുൻപിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഇതേ ആളുകളാണ് ഇപ്പോൾ നിലപാട് മാറ്റുന്നത്. സമസ്തയ്ക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങളിൽ കീഴടങ്ങിയത് പുറത്തു വന്നതോടെ ജനം ടിവിക്കെതിരെ പ്രചാരണവുമായി മന്ത്രി എത്തുകയായിരുന്നു. ഓണാവധി അടക്കം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം വാർത്തയാക്കിയതിന് പിന്നാലെ ജനം ടിവിക്കെതിരെ മന്ത്രി എത്തി. അരമണിക്കൂർ സ്കൂൾ സമയം വർദ്ധിപ്പിച്ചതിൽ എതിർപ്പുന്നയിച്ച സംസ്ഥയുമായി ചർച്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വേനലവധി മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് മന്ത്രി തുടക്കമിട്ടത്. ഇത് അന്ന് തന്നെ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഓണാവധിയിൽ മാറ്റം വന്നാൽ പരീക്ഷയും സ്കൂൾ അക്കാദമിക് കലണ്ടറിലും മാറ്റം സംഭവിക്കും. ഒപ്പം 3 തവണ നടത്തേണ്ട പരീക്ഷ സംസ്ഥയുടെ നിർദ്ദേശാനുസരണം 2 ആക്കേണ്ടി വന്നേക്കും. നിലവിൽ അവധി മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നിരിക്കെയാണ് ഇത്തരമൊരു ആശയം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചത്. അതിൽ തുടക്കത്തിലെ സംസ്ഥ ഇടപെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളും മഴയും വെയിലും പറഞ്ഞ് ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് ആക്ഷേപവും ഉയരുന്നത്. ജനം, തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. PV അൻവറിന്റെ ആരോപണത്തിലായിരുന്നു സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സെപ്റ്റംബർ 9 അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹിരൺദാസ് മുരളിയെ കേരള സർവകലാശാലയുടെ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സ്ത്രീ പീഡന കേസുകളുടെ പരമ്പരയാണ് ഇയാൾക്കെതിരെ ഉയരുന്നതെന്നും അംഗങ്ങൾ പറയുന്നു. സർവകലാശാലയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതുമാണ് തീരുമാനം എന്നും അത് പിൻവലിക്കണമെന്നും ഡോക്ടർ വിനോദ് കുമാർ, TG നായർ, PS ഗോപകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇഷ്ടവഴിപാടായ മോദകം മറിച്ചു വിൽക്കുന്നതായി ഗുരുതര കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് റെയ്ഡിലാണ് കണ്ടെത്തൽ. കീഴ്ശാന്തിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വിനായക ചതുർത്ഥി ദിനത്തിൽ നിരവധി ഭക്തർ എത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള ഈ കച്ചവടം. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അധ്യാപകർ നടത്തിയ വർഗീയ പരാമർശങ്ങളുടെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഓണവും ക്രിസ്മസും നമ്മൾ എന്തിന് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപകർ ചോദിക്കുന്നത്. ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നും നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കരുതെന്നും അധ്യാപകർ നിർദ്ദേശം നൽകി. സംഭവം വിവാദമായതോടെ സ്കൂൾ അധികൃതർ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. സ്കൂളുകളിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ വാട്സപ്പ് ചർച്ചയിലാണ് തീവ്ര വർഗീയ നിലപാടുമായി തൃശൂർ പെരുമ്പിലാവ് സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികമാർ രംഗത്ത് വന്നത്. ഓണാഘോഷം ഹിന്ദു വിഭാഗത്തിൻ്റെതാണെന്നും ഓണവും ക്രിസ്മസും നമ്മൾ ആഘോഷിക്കേണ്ട ആവശ്യമില്ലെന്നും അധ്യാപകർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു. ഓണാഘോഷം പരിമിതപ്പെടുത്താനാണ് മാനേജ്മെന്റ് തീരുമാനമെന്നും ഇതര മതസ്ഥരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നതിനാൽ അവർക്ക് വേണ്ടി മാത്രമാണ് ആഘോഷമെന്നും അധ്യാപികമാർ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നു. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം
മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ, ക്രിസ്മസിനൊക്കെ. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് സ്കൂളിനെതിരെ ഉയർന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പോലീസിൽ പൊതുപ്രവർത്തകൻ പരാതി നൽകി. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. സ്കൂളിനെതിരെ പ്രതിഷേധം കനത്തതോടെ ഓണാഘോഷം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുമെന്ന വാദവുമായി സിറാജുൽ ഉലൂം സ്കൂളിലെ മാനേജ്മെന്റ് രംഗത്ത് വന്നു. വാട്സപ്പിൽ വർഗീയ ചാറ്റുകൾ നടത്തിയ ഖദീജ അടക്കം 2 അധ്യാപികമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുവെന്നും സ്കൂൾ അധികൃതർ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. അതേസമയം ഓണാഘോഷത്തിലടക്കം തീവ്രവർഗീയത കടത്തിവിടാൻ ശ്രമിച്ച സ്കൂൾ മാനേജ്മെന്റ് നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന നിലപാടുമായി കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെ രംഗത്ത് വന്നു. സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തൃശൂർ. കാസർഗോഡ് പള്ളിയിലെ ഇമാം 22-കാരിയെ മൊഴിചൊല്ലിയ കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി പരാതി. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്നടക്കം പരാതി ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. പള്ളിയിലെ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന ഓഡിയോ സന്ദേശവും യുവതിയുടെ കുടുംബം പുറത്തുവിട്ടു. പള്ളിയിലെ ഇമാമായ ഇബ്രാഹിം പാദുഷ 22-കാരിയായ സ്വന്തം ഭാര്യയോട് കാണിച്ചത് കൊടും ക്രൂരതയാണ്. മാന്യത ചമഞ്ഞ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതാണ് യുവതിയുടെ കുടുംബം പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശം. യുവതിയെ അസഭ്യം പറയുന്നതും മർദ്ദിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഓഡിയോ. നിന്റെ ഉപ്പനോട് നിന്റെ കാക്കാനോട് ആരോട് നിന്നോട് ചേർന്ന് വിളിക്കാൻ ഞാൻ ചെന്നല്ലോ, A to Z ഞാൻ ചെന്നല്ലോ. പിന്നെ ആൾക്ക് അത്ര ബേജാറുണ്ട്. ഇപ്പോൾ എന്റെ മനസ്സിൽ കത്തുന്നു. ഇത്ര പാങ്ങനെ നോക്കിയിട്ട് കിട്ടിയ എല്ലാവരോടും കുടുംബക്കാരോട് പറ്റേ ഓൻ അങ്ങനെയോ ഇങ്ങനെ ചെന്ന് ഇതെന്ത് സ്വഭാവം? ഇത് ഏതുമ്പോ പഠിപ്പിച്ചത് നിനക്ക്? ആ മൈൻഡ് നമ്മൾ ഇതേ പഠിപ്പിച്ചതാ. റൂമിലിട്ട് കസേര കൊണ്ടും കൈകൊണ്ടും തല്ലി ചവിട്ടി. അതിനുശേഷമാണ് ഭർത്താവായ ഉസ്താദ് 3 തലാക്കും ചൊല്ലി യുവതിയെ ഒഴിവാക്കിയത്. സംഭവം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. കേസന്വേഷണം നടക്കുന്നു എന്നൊരു മറുപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ജനം, കോഴിക്കോട്. സർക്കാർ അയ്യപ്പ ഭക്തസംഗമം നടത്തുമെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭക്തരും അയ്യപ്പന്റെ ആളുകളും പരിപാടിക്ക് എത്തട്ടെ എന്നും പരിഹാസം. രാജീവ് ചന്ദ്രശേഖരന്റെ വിരട്ടിലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രതികരണങ്ങൾ ഉയർന്നെങ്കിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത്, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്താം. ശാലിനി ഒപ്പം ചേർന്നു. ശാലിനി, വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറഞ്ഞ് വിരട്ടാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമം?
കൃഷ്ണരാജ്, അത്തരത്തിൽ തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷവും ഒപ്പം BJP അടക്കമുള്ളവർ അതിനെ ശക്തമായി പ്രതിരോധിച്ചതാണ്. പ്രധാനമായും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് ഭക്തരോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കഴിഞ്ഞ മണ്ഡലകാലങ്ങളിലടക്കം സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാനും ഒപ്പം അതിനെതിരെ പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തർക്കെതിരെ അന്യായമായി കേസുകൾ എടുത്തതും ഒക്കെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ കേസുകളൊക്കെ തീർപ്പാക്കിയതിനു ശേഷം മാത്രം മതി ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം. അതും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം BJP തുടക്കം മുതൽ തന്നെ അറിയിച്ചതുമാണ്. പക്ഷേ അതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഇത് അയ്യപ്പ ഭക്തരുടെ സംഗമമാണ്, ആഗോള അയ്യപ്പ സംഗമമാണ്, അത് നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, അതിന് സർക്കാർ ഒപ്പം ചേരുന്നു എന്നുള്ളതാണ്. ആ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ളൊരു വെല്ലുവിളി തന്നെയാണെന്ന് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. അത് ആരൊക്കെ എതിർത്താലും എവിടൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും തങ്ങൾ പരിപാടി നടത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദി ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഈ പരിപാടിയിൽ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും നാൾ നടത്താത്ത ഒരു പരിപാടി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നടത്തുന്നു? ഹൈന്ദവ വോട്ടുകൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ തങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അത് ജനങ്ങൾ മുൻകൂട്ടി കാണണമെന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചത്. BJP സംസ്ഥാന അധ്യക്ഷനും അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാടുകളെ തള്ളിക്കൊണ്ടാണ് ഇഷ്ടമുള്ള അയ്യപ്പ ഭക്തർ അയ്യപ്പന്റെ ഭക്തരായിട്ടുള്ളവർക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം, ഒപ്പം തന്നെ പരിപാടി നടത്തും, ഭക്തരും അയ്യപ്പന്റെ ആളുകളും പരിപാടിക്ക് എത്തട്ടെ എന്നുള്ളതാണ്. അതായത് ഈ അയ്യപ്പന്റെ ആളുകൾ എന്ന് പറയുന്നത് ആരാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു വ്യക്തത നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന അയ്യപ്പ ഭക്തർ അല്ലെങ്കിൽ അയ്യപ്പന്റെ ആളുകൾ ആരാ എന്ന ചോദ്യത്തിനും മറുപടിയില്ല. എന്തായാലും ഈ ഒരു ഒറ്റ ചോദ്യത്തോടു കൂടി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരിപാടി സംഘടിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അതിന് പച്ചക്കൊടി കാട്ടിയിട്ടുമുണ്ട്. അതേസമയം തന്നെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറയുകയും കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ വിരണ്ടോടുകയും ചെയ്യുന്നു മുഖ്യമന്ത്രി, അല്ലേ? അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം MK സ്റ്റാലിനെ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കൃഷ്ണരാജ്. കാരണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും മതി, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും വിരട്ടൽ വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി വിരട്ടാൻ ശ്രമിക്കുകയാണ്. ആ വിരട്ടലിൽ നിന്ന് ഓടി ഒളിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്ന ഒരു സമീപനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് സർക്കാർ പോവുകയാണ്. അതേസമയം തന്നെ അയ്യപ്പ ഭക്തരെ അടിച്ചമർത്തിയ അയ്യപ്പ ഭക്തർക്കെതിരെ വ്യാജ കേസുകൾ ചമച്ച പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളും BJPയും തുടരുകയാണ്. എന്തായാലും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ദിവസമൊക്കെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കും പ്രതിരോധത്തിലേക്കും ഒക്കെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഇതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചയിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം മാറി എന്നുള്ളതിൽ സംശയമില്ല. കൃഷ്ണരാജ്, ശരി, സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന വെല്ലുവിളിയുമായി മുഖ്യമന്ത്രി എത്തുന്നു. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി വിരട്ടേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിരണ്ട് പോവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി. വീണ്ടും ഇടവേള. രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് പുതിയ മുറയുമായി രംഗത്ത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരായ വ്യാജ പരാതിയിൽ പ്രതിഷേധ മാർച്ച് എന്ന പേരിലാണ് പുതിയ നാടകം. അതേസമയം ജില്ലാ കാര്യാലയത്തിന്റെ ഗേറ്റ് തുറന്നിട്ട് BJP പ്രവർത്തകർ ധൈര്യമുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിലെത്താൻ വെല്ലുവിളിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. രാജീവ് ചന്ദ്രശേഖരന് നടപടിയെടുക്കാൻ, പാർട്ടി തല നടപടിയെടുക്കാൻ മിസ്റ്റർ ചന്ദ്രശേഖരൻ, മിസ്റ്റർ അമിത്ഷാ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമോ? പരാതി ഉണ്ടായിട്ട് ഇന്നല്ല പരാതി, മുമ്പ് പരാതി ഉണ്ട്. MT രമേശിന് പരാതി കൊടുത്തിട്ടുണ്ട്, സുരേന്ദ്രന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേരത്തെ നാണം കെട്ട കോൺഗ്രസ് പുതിയ ഒരു ആരോപണം രാവിലെ ഉന്നയിച്ചിരുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരെയായിരുന്നു ആരോപണം. ആ ആരോപണം C കൃഷ്ണകുമാർ തന്നെ വാർത്താ സമ്മേളനം നടത്തി തെളിവുകൾ നിരത്തി പൊളിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും ആ നാണക്കേട് മറയ്ക്കാനെന്നോണം ഒരു പ്രകടനവുമായി പ്രതിഷേധവുമായി എത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അരുൺ ആലത്തൂർ, അരുൺ, എന്താണ് ഈ നാടകം? നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഇപ്പോൾ നിക്കക്കള്ളിയില്ലാതായതോടുകൂടെ ഒരു വ്യാജ
പരാതിയും അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ളൊരു വിഷയവും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ന് രാവിലെ മുതൽ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. പി കൃഷ്ണകുമാറിന് എതിരെ ലൈംഗിക പീഡന പരാതി എന്നൊക്കെ തരത്തിലുള്ള വ്യാജ കാര്യങ്ങൾ, അതിന്റെ കൃത്യമായ കോടതി ഉത്തരവുകളും അതുപോലെ തന്നെ പോലീസ് രേഖകളും ഒക്കെ തുറന്നു കാണിച്ചുകൊണ്ട് BJP പ്രതിരോധിച്ചതോടുകൂടെ മറ്റ് നിക്കക്കള്ളിയൊന്നും ഇല്ലാതായതോടുകൂടെ ഇപ്പോൾ കോൺഗ്രസ് BJPയുടെ ജില്ലാ കാര്യാലയത്തിലേക്ക്, പാലക്കാട്ടെ ജില്ലാ കാര്യാലയത്തിലേക്കാണ് ഇങ്ങനെയൊരു പ്രതിഷേധ നാടകം നടത്തുന്നത്. ഏതായാലും ആ പ്രതിഷേധ നാടകം BJP ഓഫീസിന് തൊട്ട് മുന്നിൽ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി കൃഷ്ണകുമാറും അതുപോലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെയും നേതൃത്വത്തിൽ ജില്ലാ കാര്യാലയത്തിനും 2 ഗേറ്റുകളും തുറന്നിട്ടുകൊണ്ട് BJP ഈ ഒരു പ്രതിഷേധ നാടകത്തെ പ്രതിരോധിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസുകാരെ കൊണ്ട് തങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ ഓഫീസിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. അത്രക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ തങ്ങളുടെ ഓഫീസിന് മുന്നിൽ ഒന്ന് കാല് കുത്താൻ നോക്കൂ എന്ന് പറഞ്ഞാണ് BJP പ്രവർത്തകർ ഇപ്പോൾ ഒരു വശത്ത് തടിച്ചുകൂടി ആ BJPയുടെ ജില്ലാ കാര്യാലയത്തിന് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഏതാനും ആളുകൾ, പ്രവർത്തകർ ഇപ്പോൾ ഈ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ നാടകം കളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവരിൽ ആർക്കും തന്നെ അതിനെ പ്രതിരോധിക്കാനോ രാഹുലിന്റെ ശബ്ദരേഖയല്ല ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയാനോ ഒന്നും കഴിയാത്ത തരത്തിലേക്ക് കോൺഗ്രസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു ജില്ലയിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഇത് പ്രത്യേകിച്ച് ഈ പ്രതിഷേധം നടത്തുന്ന ആളുകൾ എന്നുള്ളത് അത് ഷാഫി പറമ്പിലിന്റെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അനുയായികളായ വ്യക്തികളാണ്. അതായത് പാലക്കാട്ടെ കോൺഗ്രസിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. അതിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും അനുയായികളായ വ്യക്തികളാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതും ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ നാടകം നടത്തുന്നത് എന്നുള്ളതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ വിഷയത്തിൽ നാണം കെട്ട കോൺഗ്രസ് പുതിയ മുറയുമായി രംഗത്തെത്തുകയാണ്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരെ വ്യാജ പരാതിയാണ്. അതിനെതിരെ പ്രതിഷേധ നാടകം നടത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുണാലത്തൂർ. പൂനെയിൽ നമ്പ്യാർ വെൽഫെയർ അസോസിയേഷന്റെ 4ാമത് കുടുംബ സംഗമവും 6ാമത്തെ പൊതുയോഗവും നടന്നു. നിഗിഡി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. പൂനെ കമാൻഡ് ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും മേധാവിയായ മേജർ ജനറൽ ഡോക്ടർ ബാലചന്ദ്രൻ നമ്പ്യാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂനെയിലെ പ്രമുഖ വ്യവസായി MB നമ്പ്യാർ, പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ PC നമ്പ്യാർ തുടങ്ങിയവർ സംഗമത്തിൽ സംസാരിച്ചു. പൂനെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 450-ൽ പരം നമ്പ്യാർ കുടുംബങ്ങൾ പങ്കെടുത്തതായി പ്രസിഡന്റ് PC നമ്പ്യാർ ജനം TVയോട് പറഞ്ഞു. ഡോക്ടർ ബിജുവിന്റെ പപ്പ ബുക്ക സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി. 2026 മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനായുള്ള പപ്പുവ ന്യൂ ഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളിക്കും ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് പപ്പുവ ന്യൂ ഗിനിയ ഇന്ത്യ കോ പ്രൊഡക്ഷനായി ഒരുക്കിയ ചിത്രം സ്വന്തമാക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് പപ്പുവ ന്യൂ ഗിനിയ ഓസ്കാറിനായി ഒരു സിനിമ സമർപ്പിക്കുന്നത്. ഒരു സംവിധായകന് ലഭിക്കുന്ന അപൂർവ ബഹുമതിയായി കാണുന്നുവെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ബിജു പ്രതികരിച്ചു. We are proud today to announce that Papa Buka has been selected to represent Papua New Guinea at the Oscars. Amazing. To represent Papua New Guinea at the Oscars. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.